വിൻസെന്റ്, ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അതിങ്ങനെ ഒന്നിനു പുറകെ ഇങ്ങനെ തുടരുകയാണ്. ഈ ലോകമെമ്പാടും ആശങ്ക നിറയുന്ന സമയമാണല്ലോ. അപ്പോഴും ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ എസ്കലേറ്റ് ചെയ്യുമ്പോൾ ഈ യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ല എന്നാണോ കരുതേണ്ടത്? യുദ്ധത്തിന്റെ ഗതി മാറുന്നതിന്റെ സൂചനകളാണ് സമീപ ദിവസങ്ങളിൽ ലഭിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായി പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേല് ഇറാന്റെ ആണവ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ച സമയത്ത് അത്തരം കാര്യങ്ങൾ ആക്രമിക്കരുത് എന്ന നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുകയുണ്ടായി. മാത്രമല്ല, ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക, അവരുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ, അതുപോലെ ആണവ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ആക്രമിച്ചതിന് ബദലായിട്ടാണ് ഇസ്രായേലിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണം അവർ ഇപ്പം നടത്തിയിട്ടുള്ളത്. അതില് ഈ ഡിമോണ, അതുപോലെ ആരാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആക്രമണം വലിയ മാനങ്ങളുള്ളതാണ്. അവിടെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്നാണ് IRGCയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. അത് ഫാക്ച്വൽ ബേസിസ് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അവിടെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട്. അവിടെ നെഗവ് മേഖലയിലുള്ള ഇസ്രായേലിന്റെ ആണവ നിലയത്തിന് കേടുപറ്റിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും അക്രമത്തിന്റെ ദിശ മാറുകയാണ്. ഇത് മാത്രമല്ല 4000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ആണവ മിസൈലുകൾ, ആണവ ആയുധമല്ല, സാധാരണ മിസൈൽ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇതിനകം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏതായാലും ഫെബ്രുവരി 28 ആരംഭിച്ചിട്ടുള്ള ആക്രമണം, ഇത്രയും അധികം ബോംബാക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ മിസൈൽ വിക്ഷേപണ തറകളെ തകർക്കുവാനോ ഇറാന്റെ പ്രതിരോധത്തെ ഇല്ലാതാക്കുവാനോ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, അമേരിക്കയുടെ മേഖലയിലെ സൈനിക താവളങ്ങളും അതുപോലെ ഇസ്രായേലിലെ കേന്ദ്രങ്ങളും നിരന്തരമായി ആക്രമിക്കാനുള്ള ശക്തി ഇറാനുണ്ട്. അത് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നൽകുന്ന സൂചന ഇറാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഏകദേശം റഷ്യ പൂർണ്ണമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്ത്രപരമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് രംഗത്തുണ്ട്. ചൈനയുടെ നിശബ്ദ പിന്തുണയുമുണ്ട്. ഇത് നൽകുന്ന സൂചന ഇസ്രായേൽ അമേരിക്ക സഖ്യം പോരാടുന്നത് സാമ്പത്തിക ഉപരോധം കൊണ്ടൊക്കെ തകർന്നടിഞ്ഞ ഒരു ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇറാനോടല്ല, മറിച്ച് റഷ്യയുടെയും അതുപോലെ ചൈനയുടെയും ഒക്കെ പിന്തുണയുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉക്രൈനിൽ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാൻ റഷ്യക്ക് കിട്ടിയ ഒരു അവസരം എന്നുകൂടി നമ്മൾ ഇതിനെ കാണണം. അവിടെ യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധമല്ല, റഷ്യ നാറ്റോ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് റഷ്യക്ക് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അപ്പോഴാണ് മറ്റൊരു യുദ്ധമേഖല തുറന്നു കിട്ടുന്നത്. റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയായിട്ടുള്ള സിറിയ എന്ന രാജ്യത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും പുറത്താക്കാൻ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് കഴിഞ്ഞു. അപ്പോൾ തുറന്നു കിട്ടിയ ഇറാൻ യുദ്ധമേഖലയിൽ ഇറാനെ തുടക്കത്തിൽ റഷ്യ ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഉപഗ്രഹ വിവരങ്ങളും തന്ത്രപ്രധാനമായ മിലിറ്ററി വിവരങ്ങൾ കൃത്യമായി ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ യുദ്ധം വലിയ രൂപത്തിൽ നീണ്ടുപോയാൽ അത് വെസ്റ്റ് ഏഷ്യയെ തകർക്കുമെന്ന് മാത്രമല്ല, ഒരു വൻശക്തി യുദ്ധത്തിന്റെ സ്ഥലവും കൂടി അവിടെ വളർന്നു വരുന്നുണ്ട്. ഇസ്രായേൽ ഒരു ആണവ ശക്തിയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പഞ്ചമഹാശക്തികൾക്ക് ശേഷം ആണവശേഷിയുള്ള 4 രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും നോർത്ത് കൊറിയയും ഇസ്രായേലും. ഈ 4 രാജ്യങ്ങൾക്കും ആണവായുധങ്ങളുണ്ട്, ആണവശേഷിയുണ്ട്. അത് ലോകം അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി. അപ്പോൾ ഇറാനാണെങ്കിൽ നിരവധി ആണവ ശുദ്ധീകരണ പ്ലാന്റുകളുണ്ട്. നദാൻസ് ഉണ്ട്, ഇസ്ഫഹാൻ ഉണ്ട്, ബുഷ്കർ ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഇതൊരു ആണവ യുദ്ധത്തിന്റെ തലവും കൂടി തുറന്നു വരുന്നുണ്ട്. അപ്പോൾ വളരെ അപകടകരമായ ദിശയിലേക്ക് യുദ്ധം വികസിക്കുന്നു. ഇത് ഇറാനെതിരെ അമേരിക്ക, ഇസ്രായേൽ അച്ചുതണ്ട് നടത്തിയ നഗ്നമായ ആക്രമണം എന്ന തലം വിട്ട് ആ മേഖലയിലെ വൻശക്തി രാഷ്ട്രങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇത് വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം 14 രാജ്യങ്ങൾ നേരിട്ട് തന്നെ അക്രമത്തിന് വിധേയമായിട്ടുണ്ട്. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ സൈപ്രസും അസർബൈജാനും തുർക്കിയും അടക്കം
ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളും, ജോർദാൻ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവിടേക്കാണ് വൻശക്തി രാഷ്ട്രങ്ങൾ കൂടി പക്ഷം പിടിക്കുകയും യുദ്ധത്തിൽ പ്രത്യക്ഷമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അപ്രതീക്ഷിതമായ മാനങ്ങളിലേക്കാണ് ഈ യുദ്ധം വളരുന്നത്. ഇന്ത്യക്കാണെങ്കിൽ 90 ലക്ഷം മുതൽ 1 കോടി വരെ ഇന്ത്യക്കാരാണ് ആ മേഖലയിലുള്ളത്. ഇത്രയും ആളുകളെ ആ മേഖലയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറെക്കുറെ അസംഭാവ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങളോടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതുകൊണ്ട് തന്നെ അടിയന്തരമായി നമ്മുടെ ഡിപ്ലോമാറ്റിക് ക്ലൗഡ് പൂർണ്ണമായി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യ ഗവൺമെന്റ് ആ ദിശയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ, അത് ഈ അമേരിക്ക ഇപ്പോൾ ഇറാന് അന്ത്യശാസനമൊക്കെ നൽകുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ അവിടെ സുഗമമായിട്ടുള്ള നീക്കം നടക്കണം എന്നുള്ളത്. പക്ഷെ അതിനിടയിൽ തന്നെ അമേരിക്ക ചില സമാധാന ചർച്ചകൾക്കുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് മറ്റു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ അമേരിക്കയ്ക്ക് തന്നെ അവിടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് അക്രമകാരികളായിട്ടുള്ള അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നില്ല. അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലക്ഷ്യം, തന്ത്രപരമായ ലക്ഷ്യം ഇറാന്റെ മിസൈൽ ശേഷിയെയും ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷിയെയും സൈന്യത്തിന്റെ സ്ട്രൈക്കിംഗ് പവർ, എസ്പെഷ്യലി ഇറാന്റെ പ്രോക്സികളുടെ ശേഷിയെയും ഒക്കെ നിർണായകമായി തകർക്കുക, ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ അവിടെ റഷ്യൻ ചേഞ്ച് ഉണ്ടാകുക, അത് പൊളിറ്റിക്കൽ എയിമാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ പൊളിറ്റിക്കൽ എയിം, രാഷ്ട്രീയ ലക്ഷ്യവും തന്ത്രപരമായ ലക്ഷ്യവും രണ്ടും ഇതപര്യന്തം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ടോപ്പ് ലെവൽ ലീഡേഴ്സിനെയും മിലിറ്ററി ലീഡേഴ്സിനെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും എലിമിനേറ്റ് ചെയ്തിട്ടും ഇറാന്റെ പ്രതിരോധത്തെ തടയാനോ ആ രാജ്യം പൂർണ്ണമായി കീഴടങ്ങുന്നതിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ യാതൊരു സൂചനയും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ പിന്നെ വ്യത്യസ്തമാണ്. അതൊരു സയൻസ് സ്റ്റേറ്റ് എന്ന നിലയിൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള മാനങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇറാഖിലെ അധിനിവേശം നടത്തിയ സമയത്ത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഇറാന്റെ കാര്യത്തിൽ അത്തരത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യമോ താല്പര്യമോ പ്രഖ്യാപിച്ചുകൊണ്ടല്ല വരുന്നത്. അവർ അണവായുധം നേടുമോ അണവായുധ ശേഷിയെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്കാണല്ലോ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും 3 വട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് അതിന്റെ കൺക്ലൂഷനിലേക്ക് നീങ്ങുന്നതിനിടയ്ക്കാണ് ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം തുടങ്ങുകയും ഫെബ്രുവരി 28, 2026 അമേരിക്ക അതിലേക്ക് കൂടിച്ചേരുകയും ചെയ്തത്. അപ്പോൾ ഇത് ആ മേഖലയെ മുഴുവൻ സംഘർഷത്തിലാഴ്ത്തി. ഇനി ഒരു പരമാവധി നേരത്തെ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളൊക്കെ നൽകുന്ന സൂചന. ആ ദിശയിലുള്ള കാര്യങ്ങൾ സമീപകാലത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. ഡോക്ടർ PJ വിൻസെന്റ് ആണ് പ്രതികരിച്ചത്. എന്നാലും അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ലോകത്തെ സംബന്ധിച്ച്. ആകെ ആശങ്ക നിറയ്ക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയത്. അതും അത്രമാത്രം ഡിഫൻസീവ് കപ്പാസിറ്റിയുള്ള ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ എത്തുക എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.